ബംബിൾ കേസ് ഇത് കർണാടക ഹൈക്കോടതിയിൽ വന്ന ഒരു കേസായിരുന്നു. ഇത് സംഭവം ഒരു ഡേറ്റിംഗ് ആപ്പിൽ രണ്ടുപേര് പരിചയപ്പെട്ടു, അവർ ചാറ്റിങ് ചെയ്തു, ഫോട്ടോസ് എക്സ്ചേഞ്ച് ചെയ്തു, ഒരു ഒരു റിലേഷൻഷിപ്പ് അത് ബിൽഡായി. പിന്നെ ഹോട്ടൽ റൂമിൽ ബുക്ക് ചെയ്തു ആൻഡ് ഒരു ഇന്റർകോഴ്സ് ഉണ്ടായി. പക്ഷേ പിന്നീട് ആ കുട്ടി ഒരു റേപ്പിന്റെ ഒരു കേസ് ഫയൽ ചെയ്യായിരുന്നു. ബിക്കോസ് ഇന്റർകോഴ്സ് നടക്കുന്ന സമയത്ത് അതിന്റെ ഹാഫ് വേയിൽ കൺസെന്റ് കൊടുത്തില്ല, കൺസെന്റ് വിഡ്രോ ചെയ്തു എന്നാണ് പറഞ്ഞത്. ആ ഒരു ബേസിസിലായിരുന്നു റേപ്പ് ഫയൽ ചെയ്തത്. പക്ഷെ ഇവിടെ കോടതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതി കൂടുതലും എങ്ങനെയായിരുന്നു ആ റിലേഷൻഷിപ്പ്, അതെങ്ങനെയാണ് സ്റ്റാർട്ടിങ് ചെയ്തത്, അതിന്റെ ക്വാളിറ്റി, അതൊരു വളരെ ലോങ് ടേം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു, അതിന്റെ സറൗണ്ടിങ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ടുള്ള എവിഡൻസസ് ഒക്കെ ആയിരുന്നു നോക്കിയത്. പക്ഷെ കോടതി ഇവിടെ ആ റേപ്പ് കേസ് തള്ളിക്കളഞ്ഞു. ബിക്കോസ് അവിടെ ഒരു എവിഡൻസ് ഇല്ല, അത് പ്രൂവ് ചെയ്യാനില്ലായിരുന്നു. ഹാഫ് വേയിൽ കൺസെന്റ് മാറി അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല, അതൊരു റേപ്പ് ആണെന്ന് എന്താണ് പ്രോസിക്യൂഷനും പറ്റിയിട്ടില്ല ഇത് പ്രൂവ് ചെയ്യാൻ. അങ്ങനത്തെ ഒരു ബേസിസിൽ കോടതി തള്ളിക്കളയായിരുന്നു ചെയ്തത്. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ത്രൂ ഔട്ട് ദ ആക്ട് ഉണ്ടാവണം. അല്ലാതെ ഒരു പാതി വഴിയിൽ ഒരു ഹാഫ് വേയിൽ ഒരു കൺസെന്റ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ദ മാൻ ഷുഡ് സ്റ്റോപ്പ്. അത് ലോ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോസിക്യൂഷന് ഒരു എവിഡൻസ് കൊണ്ടുവരാൻ പറ്റിയില്ല, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ കേസ് തള്ളിപ്പോയത്.